ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഇലക്ഷൻ പ്രൊസീജിയേഴ്സിനെ കുറിച്ചാണ്. ഒരു ഇലക്ഷന് മത്സരിക്കാൻ ഏതെല്ലാം ഘട്ടത്തിലൂടെ കടന്നു പോകണമെന്ന് നമുക്ക് നോക്കാം. നോമിനേഷൻ എന്താണെന്ന് നോക്കാം. റെപ്രസെൻറ്റേഷൻ ഓഫ് ദി പീപ്പിൾ ആക്ട് 1951 പ്രകാരം 25 വയസ്സ് തികഞ്ഞ വോട്ടർ ലിസ്റ്റിൽ പേരുള്ള ഏതൊരു ഇന്ത്യൻ പൗരനും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനായി നോമിനേഷൻ കൊടുക്കാവുന്നതാണ്. ഒരാൾക്ക് ഒരേ സമയം 2 മണ്ഡലങ്ങളിൽ മത്സരിക്കാവുന്നതാണ്. നോമിനേഷൻ പ്രൊസീജിയർ അഥവാ നാമനിർദ്ദേശം നൽകുന്ന വിധം. ഇതിൽ പ്രധാനമായും 8 സ്റ്റെപ്പുകളാണുള്ളത്. നോട്ടിഫിക്കേഷൻ, നോമിനേഷൻ ഫോം സമർപ്പിക്കൽ, പ്രപ്പോസേഴ്സ്, സെക്യൂരിറ്റി ഡെപ്പോസിറ്റ്, അഫിഡവിറ്റ്, സ്ക്രൂട്ടിനി, വിഡ്രോവൽ ആൻഡ് ഫൈനലിസ്റ്റ്. ആദ്യം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അഥവാ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുന്നു. ഇതാണ് നോട്ടിഫിക്കേഷൻ. തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഉദ്ദേശിക്കുന്നവർ റിട്ടേണിംഗ് ഓഫീസർക്ക് നോമിനേഷൻ ഫോം നൽകണം. ഇതാണ് നോമിനേഷൻ ഫോം സമർപ്പിക്കൽ. പ്രപ്പോസേഴ്സ് അഥവാ പ്രസ്താവകർ. നോമിനേഷൻ നൽകുമ്പോൾ പ്രപ്പോസേഴ്സ് വേണം. അതായത് നാമനിർദ്ദേശത്തിന് നിർദ്ദേശിക്കുന്ന വ്യക്തിയാണ് പ്രപ്പോസേഴ്സ്. സാധാരണയായി പാർട്ടി സ്ഥാനാർത്ഥിക്ക് 1 പ്രപ്പോസറും സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് 10 പ്രപ്പോസേഴ്സും വേണം. സെക്യൂരിറ്റി ഡെപ്പോസിറ്റ്. തെരഞ്ഞെടുപ്പിൽ സീരിയസ് കാൻഡിഡേറ്റ് ആണോ എന്ന് ഉറപ്പിക്കുന്നതിന് വേണ്ടി തെരഞ്ഞെടുപ്പ് ഓഫീസിൽ അടയ്ക്കേണ്ട തുകയാണ് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് അഥവാ ജാമ്യത്തുക. ജനറൽ വിഭാഗത്തിന് 10,000 രൂപയും SC/ST വിഭാഗത്തിന് 5,000 രൂപയുമാണ് സാധാരണയായി സെക്യൂരിറ്റി ഡെപ്പോസിറ്റായി നൽകേണ്ടത്. ഇലക്ഷന് ടോട്ടൽ വോട്ടിൻ്റെ 1/6 അഥവാ 16.67% വോട്ട് ലഭിച്ചാൽ ഈ തുക തിരിച്ചു ലഭിക്കും. അഫിഡവിറ്റ് അഥവാ സത്യവാങ്മൂലം. നോമിനേഷൻ സമയത്ത് നോമിനി നൽകേണ്ട രേഖകളാണ് അഫിഡവിറ്റ്. ഇതിൽ സ്വത്ത് വിവരങ്ങൾ, ക്രിമിനൽ കേസുകൾ, വിദ്യാഭ്യാസ യോഗ്യത തുടങ്ങിയവ ഉൾപ്പെടുന്നു. അഫിഡവിറ്റിനു പുറമെ പാർട്ടി സ്ഥാനാർത്ഥിയാണെങ്കിൽ പാർട്ടി സിംബൽ ഫോമും നൽകേണ്ടതാണ്. നോമിനേഷനിൽ നൽകുന്ന വിവരങ്ങൾ സത്യസന്ധമായിരിക്കണം. സ്ക്രൂട്ടിനി. റിട്ടേണിംഗ് ഓഫീസർ നാമനിർദ്ദേശ പത്രിക പരിശോധിക്കുന്നതാണ് സ്ക്രൂട്ടിനി. എന്തെങ്കിലും പിഴവുകളുണ്ടെങ്കിൽ റിട്ടേണിംഗ് ഓഫീസർക്ക് നോമിനേഷൻ റദ്ദ് ചെയ്യാനുള്ള അധികാരമുണ്ട്. വിഡ്രോവൽ. നാമനിർദ്ദേശം നൽകിയ ശേഷം ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ നിശ്ചയിച്ച നിശ്ചിത സമയത്തിന് മുൻപായി നോമിനിക്ക് മത്സരത്തിൽ നിന്ന് സ്വമേധയാ പിന്മാറാവുന്നതാണ്. വിഡ്രോവൽ ചെയ്യണമെങ്കിൽ റിട്ടേണിംഗ് ഓഫീസർക്ക് എഴുത്തിൽ അപേക്ഷ നൽകണം. വിഡ്രോവൽ ചെയ്ത് കഴിഞ്ഞാൽ ഫൈനൽ ലിസ്റ്റിൽ പേരുണ്ടായിരിക്കുന്നതല്ല. അതേ തെരഞ്ഞെടുപ്പിൽ വീണ്ടും മത്സരിക്കാൻ കഴിയില്ല. ഫൈനൽ ലിസ്റ്റ്. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഫൈനൽ ലിസ്റ്റ് പുറത്തിറക്കുന്നു. ഇതിൽ സ്ഥാനാർത്ഥിയുടെ പേര്, പാർട്ടി ഓർ സ്വതന്ത്രൻ, തെരഞ്ഞെടുപ്പ് ചിഹ്നം എന്നിവ ഉണ്ടായിരിക്കും. തുടർന്ന് ഇലക്ഷൻ പ്രചരണം ആരംഭിക്കാവുന്നതാണ്. വോട്ട് നേടാൻ നടത്തുന്ന പ്രചരണമാണ് ക്യാമ്പയിൻ. സാധാരണയായി അവലംബിക്കുന്ന പ്രചരണ രീതികളാണ് പൊതുയോഗങ്ങൾ, വീട്ടിലേക്ക് പോയി വോട്ട് അഭ്യർത്ഥിക്കൽ, പോസ്റ്റർ, ബാനർ, ലഘുലേഖകൾ വഴി സോഷ്യൽ മീഡിയ പ്രചരണം, റോഡ് ഷോ, റാലികൾ തുടങ്ങിയവ. പ്രചരണകാലം ഫൈനൽ ലിസ്റ്റ് വന്നതിനു ശേഷം ആരംഭിച്ച് വോട്ടെടുപ്പിന് 48 മണിക്കൂർ മുമ്പ് അവസാനിക്കുന്നു. വോട്ടെടുപ്പിന് മുമ്പുള്ള ഈ 48 മണിക്കൂർ സമയത്തെ സൈലൻസ് പീരീഡ് എന്നറിയപ്പെടുന്നു. വോട്ടർമാർ അവരുടെ വോട്ട് രേഖപ്പെടുത്തുന്ന പ്രക്രിയയാണ് പോളിംഗ് അഥവാ വോട്ടെടുപ്പ്. ഓരോ മണ്ഡലത്തിലും പല പോളിംഗ് ബൂത്ത് അഥവാ വോട്ടിംഗ് കേന്ദ്രങ്ങൾ ഉണ്ടായിരിക്കും. EVM അഥവാ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച് രഹസ്യ പ്രക്രിയയിലൂടെയാണ് വോട്ടിംഗ് ചെയ്യുന്നത്. ഒരാൾക്ക് 1 വോട്ട് ആണ് ചെയ്യാൻ പറ്റുക. സാധാരണയായി രാവിലെ മുതൽ വൈകുന്നേരം വരെയാണ് വോട്ടിംഗ് സമയം. 18 വയസ്സ് കഴിഞ്ഞ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുള്ള ഇന്ത്യൻ പൗരനായ ഒരാൾക്ക് വോട്ട് ചെയ്യാവുന്നതാണ്. അവരാണ് വോട്ടേഴ്സ്. കൗണ്ടിംഗ്. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ നിശ്ചയിച്ച ദിവസം റിട്ടേണിംഗ് ഓഫീസറുടെ നേതൃത്വത്തിൽ
EVM ഓർ ബാലറ്റ് പേപ്പർ തുറന്ന് വോട്ട് എണ്ണൽ നടത്തും. ഇതാണ് കൗണ്ടിംഗ്. ഇലക്ഷൻ റിസൾട്ട്. വോട്ട് എണ്ണലിൽ ഏറ്റവും കൂടുതൽ വോട്ട് ലഭിച്ച സ്ഥാനാർത്ഥി ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അഥവാ നിയമസഭയിൽ MLA ആകുന്നു. മൊത്തം 140 മണ്ഡലങ്ങളിൽ നിന്നും മിനിമം 71 സീറ്റ് ലഭിക്കുന്ന മുന്നണി അധികാരത്തിൽ വരുന്നു. ഈ വീഡിയോയിൽ നിന്നും നിങ്ങൾക്ക് എന്തെങ്കിലും പുതിയ ഇൻഫർമേഷൻ ലഭിച്ചിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റും ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോയ്ക്ക് വേണ്ടി ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.